ഇന്ത്യയുമായുള്ള എണ്ണ വിൽപ്പനയിൽ ഉൾപ്പെടെ റഷ്യയുടെ താൽപര്യങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുകയും വിവിധ ഉപരോധങ്ങളിലൂടെ രാജ്യത്തെ സാമ്പത്തികമായി ഞെരുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും പാശ്ചാത്യ സഖ്യത്തിനും ശക്തമായ മുന്നറിയിപ്പുമായി റഷ്യൻ ഫെഡറേഷൻ രംഗത്തെത്തിയിരിക്കുന്നു. ആണവശേഷിയുള്ള പുതിയൊരു തലമുറ ക്രൂയിസ് മിസൈൽ വിജയകരമായി പുറത്തിറക്കിയാണ് റഷ്യ തങ്ങളുടെ സൈനികാധിപത്യം ലോകത്തിന് മുന്നിൽ വീണ്ടും ഉറപ്പിച്ചിരിക്കുന്നത്. ബ്യൂറെവെസ്റ്റിനിക് എന്ന പേരിട്ടിരിക്കുന്ന ഈ അത്യാധുനിക മിസൈൽ റഷ്യയുടെ ആക്രമണശേഷി പല മടങ്ങ് വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല. ഒക്ടോബർ 21-നാണ് ഈ നിർണായകമായ പരീക്ഷണം നടന്നതെങ്കിലും അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഒക്ടോബർ 26 ഞായറാഴ്ചയാണ് ലോകശ്രദ്ധയിലേക്ക് വന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യൻ സായുധ സേനയുടെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് വലേറിയുമായി നടത്തിയ ടെലിവിഷൻ സംഭാഷണ ചടങ്ങിലായിരുന്നു ഈ സുപ്രധാന വെളിപ്പെടുത്തൽ. സൈനിക വേഷത്തിൽ ചടങ്ങിൽ പ്രത്യക്ഷപ്പെട്ട പുടിന്റെ ഈ നീക്കം കേവലം ഒരു ആയുധ പ്രഖ്യാപനത്തിനപ്പുറം ട്രംപിനും പാശ്ചാത്യ ലോകത്തിനും നൽകുന്ന വ്യക്തമായ രാഷ്ട്രീയ സന്ദേശമായി സൈനിക നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നു. തങ്ങൾ യുദ്ധത്തിന് സജ്ജരാണെന്ന ശക്തമായ സൂചനയാണ് റഷ്യ ഇതിലൂടെ നൽകിയിരിക്കുന്നത്. സമാധാനത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി ചേർന്ന് റഷ്യയെ പ്രതിരോധത്തിലാക്കാൻ അമേരിക്ക രഹസ്യ നീക്കങ്ങൾ നടത്തുന്നുവെന്നാണ് റഷ്യയുടെ ആരോപണം. ഇനിയും ഈ ഞെരുക്കങ്ങൾ തുടർന്നാൽ അമേരിക്കയുടെ തട്ടകത്തിൽ തിരിച്ചടി നൽകുമെന്ന വ്യക്തമായ മുന്നറിയിപ്പും റഷ്യൻ നേതൃത്വം നൽകി കഴിഞ്ഞു. ബ്യൂവെറിസ്റ്റിനിക് മിസൈലിന്റെ സാങ്കേതിക വിവരങ്ങൾ ലോകത്തെ അമ്പരപ്പിക്കുന്നതാണ്. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം 9031 കിലോമീറ്റർ ആണെങ്കിൽ ഈ പുതിയ ക്രൂയിസ് മിസൈലിന്റെ പറക്കൽ ശേഷി 14,000 കിലോമീറ്റർ ആണ്. അതായത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ ഗണത്തിൽപ്പെട്ട ഈ ക്രൂയിസ് മിസൈലിന് അമേരിക്കയുടെ ഏതൊരു പ്രധാന കേന്ദ്രത്തിലും ചെന്ന് പതിക്കാൻ സാധിക്കുമെന്നാണ് അർത്ഥം. ഇത് റഷ്യൻ ആക്രമണത്തിന്റെ കുന്തമുനയായി കണക്കാക്കപ്പെടുന്നു. നാറ്റോ സ്കൈഫാൾ എന്നും ഈ മിസൈൽ അറിയപ്പെടുന്നുണ്ട്. മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ എഞ്ചിൻ ശേഷിയാണ്. ആണവോർജത്തിന്റെ പിന്തുണയോടെയാണ് ബ്യൂറെവെസ്റ്റിക് പറക്കുന്നത്. ആണവ റിയാക്ടറിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനാൽ പരമ്പരാഗത ഖര ഇന്ധനങ്ങളെ ആശ്രയിക്കുന്ന ടർബോജെറ്റ് എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ബ്യൂറെവെസ്റ്റിക്കിന് 10,000 കിലോമീറ്റർ മുതൽ 20,000 കിലോമീറ്റർ വരെ പറക്കാനുള്ള ശേഷിയുണ്ട്. ഈ ദൂരപരിധി പോലും ഒരു പരിധിയായി കണക്കാക്കേണ്ടതില്ലെന്നും ആവശ്യമെങ്കിൽ ഇതിനപ്പുറവും മിസൈലിന് കുതിക്കാൻ സാധിക്കുമെന്നും റഷ്യ അവകാശപ്പെടുന്നു. അനന്തമായ ദൂരത്തിൽ പറക്കാൻ സാധിക്കുമെന്ന ഈ സവിശേഷതയാണ് ഈ ആയുധത്തെ ലോകത്തിലെ മറ്റെല്ലാ ക്രൂയിസ് മിസൈലുകളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. ഒക്ടോബർ 21-ന് നടന്ന പരീക്ഷണത്തിൽ മിസൈൽ 14,000 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. മാത്രമല്ല ഏകദേശം 15 മണിക്കൂർ നേരം യാതൊരു തടസ്സവും കൂടാതെ അന്തരീക്ഷത്തിൽ നിലകൊള്ളാനും മിസൈലിന് സാധിച്ചു. ഈ പരീക്ഷണം റഷ്യയുടെ തന്ത്രപരമായ പ്രതിരോധ ശേഷി ലോകത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിലാണെന്ന് വീണ്ടും അടിവരയിടുന്നു. ഏതൊരു മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും മറികടക്കാൻ കഴിയുന്നതാണ് ബ്യൂറെവെസ്റ്റിക്കിന് എന്ന് റഷ്യ അവകാശപ്പെടുന്നു. ഏത് ദിശയിലും എവിടേക്ക് വേണമെങ്കിലും പറക്കാൻ കഴിയുമെന്നതും ലംബമായും തിരശ്ചീനമായും ഏത് കോണുകളിലേക്കും തിരിഞ്ഞും മറിഞ്ഞും കുതിക്കാൻ സാധിക്കുമെന്നതും ഈ മിസൈലിന്റെ പ്രഹരശേഷി വർദ്ധിപ്പിക്കുന്നു. കൂടാതെ റഡാറുകൾക്ക് പോലും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത സാങ്കേതിക വിദ്യയാണ് ഈ ക്രൂയിസ് മിസൈലിന്റേത്. ഭൂമിയുടെ നിരപ്പിൽ നിന്നും 50 മീറ്റർ മുതൽ 100 മീറ്റർ വരെ മാത്രം ഉയരത്തിൽ ശത്രു കേന്ദ്രങ്ങളിലേക്ക് കുതിക്കാൻ ഇതിന് സാധിക്കും. ഈ താഴ്ന്ന പറക്കൽ ശേഷി കാരണം ഏറ്റവും അത്യാധുനികമായ റഡാർ സംവിധാനങ്ങൾ പോലും ഈ മിസൈലിനെ കണ്ടെത്താൻ പ്രയാസപ്പെടും. ഈ മിസൈൽ പരീക്ഷണത്തിന്റെ വിജയത്തെക്കുറിച്ച് റഷ്യൻ സായുധ സേനയുടെ ജനറൽ സ്റ്റാഫ് മേധാവി വലേരി പ്രസിഡന്റ് പുടിന് നിർണായക വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. പുടിൻ പട്ടാള ജനറൽമാർ പങ്കെടുത്ത യോഗത്തിൽ ഈ പുതിയ ആയുധത്തെ വിശേഷിപ്പിച്ചത് ലോകത്ത് മറ്റാർക്കുമില്ലാത്ത ഒരു അതുല്യമായ ഉപകരണം എന്നാണ്. US-ഉം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ചേർന്നുള്ള റഷ്യയെ ഞെരുക്കാനുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ റഷ്യയുടെ ദേശീയ സുരക്ഷ ഒരു കാരണവശാലും ചോദ്യം ചെയ്യപ്പെടില്ലെന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഈ ആണവ ക്രൂയിസ് മിസൈലിന്റെ രംഗപ്രവേശനം. ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ്സ് നൽകുന്ന കണക്കുകൾ പ്രകാരം ലോകത്തെ മൊത്തം ആണവായുധ ശേഖരത്തിന്റെ ഏകദേശം 87% റഷ്യയുടെയും അമേരിക്കയുടെയും കൈവശമാണ്. റഷ്യക്ക് 5,459 ആണവ യുദ്ധമുനകൾ ഉള്ളപ്പോൾ അമേരിക്കക്ക് 5,177 ആണവ പോർമുനകളാണുള്ളത്. ഈ കണക്കുകൾ നിലനിൽക്കുമ്പോഴും ആണവോർജത്തിന്റെ പിന്തുണയോടെ ബ്യൂറെവെസ്റ്റിക്കിന്റെ അവതരണത്തോടെ സാങ്കേതികപരവും ആക്രമണശേഷിപരവുമായ കാര്യങ്ങളിൽ റഷ്യ തൽക്കാലത്തേക്ക് ആധിപത്യം ഉറപ്പിക്കുകയാണ്. പുതിയൊരു ആയുധ മത്സരത്തിന് ഇത് തുടക്കമിടുമോ എന്ന ആശങ്കയോടെയാണ് ലോകരാഷ്ട്രങ്ങൾ ഈ സംഭവവികാസങ്ങളെ വീക്ഷിക്കുന്നത്.